ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം ചേലക്കരയിൽ വെച്ച് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ ശാസ്ത്ര പ്രചാരണ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ നിൽക്കുന്ന AIPSN എന്ന് പറയുന്ന സംഘടനയുടെ ഒക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ 62ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ജില്ലാ സമ്മേളനമാണ് ചേലക്കരയിൽ വെച്ച് ഏപ്രിൽ 12-13 ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 62ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന തൃശൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 12-13 തീയതികളിൽ ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. 17 മേഖലകളിൽ നിന്നും 250 പ്രതിനിധികളാണ് 2 ദിവസങ്ങളിൽ പങ്കെടുക്കുന്നത്. നിർമ്മിത ബുദ്ധി, ചരിത്രം, നൈതികത, രാഷ്ട്രീയം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ VL ലജീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രം അധ്വാനം, അധ്വാനം സമ്പത്ത്, സമ്പത്ത് ജനനന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നിട്ട 61 വർഷങ്ങളിൽ ശാസ്ത്ര നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ശാസ്ത്ര മാസികകൾ, ശാസ്ത്ര പുസ്തകങ്ങൾ, പരിഷത്തടുപ്പുകൾ, സോളാർ പാനലുകൾ എന്നിവയുടെ പ്രചരണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. ഇതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഏപ്രിൽ 12-13 തീയതികളിൽ ചേലക്കര അനില കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുന്നത്. ഏതാണ്ട് 250ഓളം പ്രതിനിധികളുണ്ടാകുമെന്നാണ്. ഈ വിവിധ മേഖലകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, ജില്ലാ സമ്മേളന പ്രതിനിധികൾ ഏതാണ്ട് 250 പേരുണ്ടാവും. പരിഷത്തിൻ്റെ സമ്മേളനം ഈ 2 ദിവസത്തെ ഒരു പ്രതിനിധി സമ്മേളനം മാത്രമല്ല, മറിച്ച് ഒരു 2 മാസം നീണ്ടു നിന്ന അനുബന്ധ പരിപാടികളോട് കൂടിയിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ചേലക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ശാസ്ത്ര പുസ്തകങ്ങളുടെ ലൈബ്രറി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പാഞ്ഞാളിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു. ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏതാണ്ട് 1,35,000 രൂപയുടെ ശാസ്ത്ര പുസ്തകങ്ങൾ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളും മറ്റ് കുട്ടികളിൽ ശാസ്ത്രബോധം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ നടത്തുന്നത്. SMT ഹയർ സെക്കൻഡറി സ്കൂളിൽ 7-ാം തീയതി നമ്മുടെ MP-യും ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീ K. രാധാകൃഷ്ണൻ നിർവഹിക്കും. അത് 1,40,000 രൂപയുടെ ശാസ്ത്ര പുസ്തകങ്ങളുണ്ട്. ഇന്നലെ പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്ര ലൈബ്രറി നമ്മുടെ MLA എന്ന് പറയുന്നത് ഈ ഞങ്ങളുടെ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം ഇന്നലെ നിർവഹിച്ചു. അതുപോലെ തന്നെ ഈ പരിഷത്ത് ചേലക്കര മേഖല എന്ന് പറയുന്നത് 6 പഞ്ചായത്തുകളാണ്. ഞങ്ങളുടെ മേഖലാ കമ്മിറ്റി എന്ന് പറയുന്നത് 6 പഞ്ചായത്തുകളാണ്. അതിൽ തിരുവല്ലാമല, പഴയന്നൂർ, കൊണ്ടാഴി, ചേലക്കര, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, ഇങ്ങനെ 6 പഞ്ചായത്തുകളാണ്. അപ്പോൾ 6 യൂണിറ്റുകളാണ് ഇപ്പം നിലവിലുള്ളത്. ഈ 6 പഞ്ചായത്തുകളിലും ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ എല്ലാം ഏതാണ്ട് ഇതിലിപ്പോൾ ഇനി ഒരു അനുബന്ധ പരിപാടി മാത്രമാണ് നമുക്ക് പൂർത്തീകരിക്കാനുള്ളത്. അതായത് ഏപ്രിൽ മാസം 5-ാം തീയതി ബാലോത്സവം, അതായത് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ ഉപയോഗിച്ച് കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബാലോത്സവം ഈ മാസം 5-ാം തീയതി, അതായത് ശനിയാഴ്ച തോന്നൂർക്കര വായനശാലയിൽ വെച്ച് നടക്കുകയാണ്. മറ്റുള്ള അനുബന്ധ പരിപാടികളൊക്കെ തന്നെ നോട്ടീസിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരിപാടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര പ്രഭാഷണ പരമ്പരയാണ്. ആ പ്രഭാഷണ പരമ്പര 5-ാം തീയതി പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥാണ്. അതിൻ്റെ വിഷയം ആഗോളതാപനവും പരിസ്ഥിതി സംരക്ഷണവും. 5:30 നമ്മൾ ഓപ്പൺ ആയിട്ട് നടത്താനാണ്, തുറന്ന വേദികൾ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഏപ്രിൽ 6-ാം തീയതി ഇതേ സമയത്ത് തന്നെ 5:30 മുതൽ ഡോക്ടർ കെ പ്രദീപ് കുമാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗമാണ്, ചേലക്കരക്കാരനുമാണ്. അദ്ദേഹം ആണ് പ്രഭാഷണം നടത്തുന്നത്, ശാസ്ത്രവും മാനവികതയും. ഏപ്രിൽ 7-ാം തീയതി ആരോഗ്യത്തിൻ്റെ രാഷ്ട്രീയം എന്ന ഒരു വിഷയത്തെ അധികരിച്ച് ഡോക്ടർ പി സരിനാണ്. പി സരിനും ഒരർത്ഥത്തിൽ ചേലക്കരയുമായി ബന്ധപ്പെട്ട ആളാണ്. ഏപ്രിൽ 8-ന് മാധ്യമം, രാഷ്ട്രീയം, സമൂഹം, EEFIയുടെ ദേശീയ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണനാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധി തുറക്കുന്ന ലോകം, അതാണ് ഏപ്രിൽ 9-ാം തീയതിയിലത്തെ പ്രഭാഷണം. അത് സെൻറ് തോമസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ജിജു എ മാത്യു. ഇങ്ങനെയുള്ള 5 ദിവസത്തെ പ്രഭാഷണം. അതിനുശേഷമാണ് ഈ 12, 13 തീയതികളുള്ള സമ്മേളനം നടത്തുന്നതിനുള്ള നല്ല ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ ഒരുക്കങ്ങളൊക്കെ തന്നെ MLAയുടെ നല്ല പങ്കാളിത്തമുണ്ട്. MP-യും നമ്മളോട് ഈ പരിഷത്തിൻ്റെ സമ്മേളനം നടത്തിപ്പിൻ്റെ വിജയത്തിനെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു തരത്തിലുള്ള സമ്മേളനം നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കര മേഖലയിലെ 6 പഞ്ചായത്തുകളിലും വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാറുകൾ പൂർത്തിയാക്കി ഏപ്രിൽ 5 മുതൽ 9 വരെ വൈകുന്നേരം 5 മണി മുതൽ സായാഹ്ന പ്രഭാഷണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഏപ്രിൽ 5-ന് ആഗോള താപനവും പരിസ്ഥിതി സംരക്ഷണവും പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഏപ്രിൽ 6-ന് ശാസ്ത്രവും മാനവികതയും ഡോക്ടർ കെ പ്രദീപ് കുമാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, ഏപ്രിൽ 7-ന് ആരോഗ്യത്തിന്റെ രാഷ്ട്രീയം ഡോക്ടർ പി സരിൻ, ഏപ്രിൽ 8-ന് മാധ്യമം, രാഷ്ട്രീയം, സമൂഹം സി ഉണ്ണികൃഷ്ണൻ, ഏപ്രിൽ 9-ന് നിർമ്മിത ബുദ്ധി തുറക്കുന്ന ലോകം ഡോക്ടർ ജിജു എ മാത്യു എന്നിവർ നയിക്കുന്ന പ്രഭാഷണങ്ങൾ നടക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സമ്മേളനം ചേലക്കരയിൽ ഈ ഏപ്രിൽ 12, 13 തീയതികളിൽ അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ശാസ്ത്രാഭിരുചി വളർത്തി ഒരു സമൂഹത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തി നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കഴിഞ്ഞ 62 വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തും ഈ സമ്മേളനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു കേവലം പ്രതിനിധി സമ്മേളനം എന്നതിലുപരി ഡിസംബർ മാസത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചതിന് ശേഷം 6 പഞ്ചായത്തുകളിലുമായി വ്യത്യസ്തമായ അനുബന്ധ പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചത്. 1000-ഓളം പേർ പങ്കെടുക്കാവുന്ന വിവിധ തലത്തിലുള്ള പരിപാടികൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ചെറുതുരുത്തിയിൽ വനിതാ സംഗമം എന്ന വനിതാ പാർലമെൻറ്റ് എന്നൊരു പരിപാടി ജനങ്ങളെ ആകെ ആകർഷിച്ച ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ കിള്ളിമംഗലത്ത് ഊർജ ഗ്രാമം എന്നുള്ള പരിപാടി ഇതിനകം സംഘടിപ്പിക്കുകയുണ്ടായി. ചേലക്കരയിൽ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയാണ് ഇതിനകം പൂർത്തീകരിച്ചത്. നമ്മുടെ ആരോഗ്യ സെമിനാർ എന്നൊരു പരിപാടിയാണ്. വിവിധ ഡോക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആരോഗ്യ സെമിനാർ നടത്തിയത്. പഴയന്നൂർ പഞ്ചായത്തിൽ വയോജന സെമിനാർ സംഘടിപ്പിച്ചു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിനെ മാതൃകയാക്കിക്കൊണ്ട് അവിടെ നിന്നുള്ള വ്യക്തികളാണ് ആ പരിപാടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചത്. തിരുവില്ലാമലയിലെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടുള്ള ഒരു വിഷയമാണ് സംഘടിപ്പിച്ചത്. ഡോക്ടർ വിദ്യാസാഗറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. അതുപോലെ തന്നെ കൊണ്ടാഴി പഞ്ചായത്തിൽ നമ്മൾ 2 പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. ഒന്ന് നമ്മൾ വിദ്യാഭ്യാസ സെമിനാർ, വ്യാസ കോളേജിലെ ഒരു ഡോക്ടറാണ് ഡോക്ടർ സുശീൽ കിഷോർ അല്ലേ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതേപോലെ തന്നെ അവിടെ നമ്മൾ പരിഷത്തിൻ്റെ ഒരു പൂർവ്വകാല പ്രവർത്തകരുടെ സംഗമം കൂടി അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനേക്കാൾ അപ്പുറം നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംഘാടക സമിതിയുടെ കൺവീനർ പറഞ്ഞ പോലെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയ്ക്ക് എന്താണ് നമുക്ക് സമൂഹത്തിന് കൊടുക്കുക. പരിഷത്തിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ പിരിവ് നടത്തി ഒരു സമ്മേളനം നടത്തുന്ന സംഘടനയല്ല എന്ന് സമൂഹത്തിന് അറിയിക്കേണ്ടതുണ്ട്. പരിഷത്തിൻ്റെ ശാസ്ത്ര പുസ്തകങ്ങളും അതുപോലെ തന്നെ പരിഷത്തിൻ്റെ മറ്റു ഉപകരണങ്ങളും ജനങ്ങളിലേക്ക് ഏറെ പ്രയോജനപ്പെടുന്ന സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത്.
ചേലക്കര പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി, സംസ്ഥാന നിർവാഹക സമിതി അംഗം വി മനോജ് കുമാർ, ജില്ലാ സമ്മേളന സംഘാടക സമിതി കൺവീനർ MN നീലകണ്ഠൻ, മേഖലാ സെക്രട്ടറി TV മോഹൻദാസ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം വി പ്രമോദ് എന്നിവർ പങ്കെടുത്തു. പ്രത്യേകിച്ച് എന്താ കാര്യം ഒന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ശാസ്ത്രബോധം സമൂഹത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനുള്ള ചില ആയുധങ്ങളായി തന്നെയാണ് പുസ്തകങ്ങളും അതുപോലെ തന്നെ പരിഷത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റൂറൽ ടെക്നോളജി ജനങ്ങളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റും. ആ ഒരു പ്രവർത്തനമാണ് പരിഷത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സമ്പത്ത്. കാരണം പരിഷത്തിൻ്റെ എന്ത് പ്രവർത്തനം നടത്തണമെങ്കിലും സാമ്പത്തികമായി നിലകൊള്ളുന്നത് പരിഷത്ത് രൂപം കൊണ്ട അന്നു മുതലേ പുസ്തക പ്രചാരണത്തിലൂടെയാണ്. അതേപോലെ തന്നെ മുമ്പ് പരിഷത്ത് ഊർജം എന്ന് പറയുന്നത് ഊർജത്തെക്കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു ഇതുണ്ടായിരുന്നു. വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൈദ്യോർജത്തെ വെച്ച് മാത്രം ആണ് മുന്നോട്ട് പറഞ്ഞിരുന്നത്. കേരളത്തിൽ അതിലാണ് കൃത്യമായി പഠിക്കുകയും അതിനെ അനുസരിച്ചിട്ടുള്ളൊരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തപ്പോൾ അതിനോടൊപ്പം വേണ്ട ഒന്നാണ് അടുക്കളയിലേക്ക് വേണ്ട ഊർജത്തെക്കുറിച്ച് ഇന്ത്യയിൽ മൊത്തം ഉണ്ടാകുന്ന പ്രശ്നം നേരിടാൻ പോകുന്നു. അതിൻ്റെ മുകളിലാണ് നമ്മൾ അടുപ്പ്, പുകയേൽക്കാത്ത അടുപ്പ് എന്ന് പറയുന്ന ഒന്ന് രൂപപ്പെടുത്തി വന്നത്. CCV ന്യൂസ്, ചേലക്കര.